ഏട്ടാ നിങ്ങൾ കഴിക്ക്, ഞാൻ ദാ വരുന്നു. ആ നീ ഇതെവിടെ? ആ പോയോ? ഓ ഇവളിത് എവിടെ പോയി കിടക്ക? കുക്കു കുക്കു. ആ വിട് വിട്. നിങ്ങൾക്ക് ആരാ? നിങ്ങൾക്ക് ആരാ? ഹെൽപ്പ് ഹെൽപ്പ്. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. കോപ്പ് പിടിച്ചിട്ടിരിക്കുന്നോണ്ട് കാല് മടക്കി ചവിട്ടാനും പറ്റുന്നില്ലല്ലോ. എടാ പൊട്ട, എന്നെ വിടടാ. എന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ദേ അപ്പുറത്ത് നിൽക്കുന്ന എന്റെ കെട്ടിയവനെ വേണേലും പിടിച്ചോണ്ട് പോ. ഭാര്യയുടെ പ്രസവമെങ്കിലും എടുത്തു തരും. അയ്യോ, എട്ടും പൊട്ടും തിരിയാത്തൊരു പാവം പെങ്കൊച്ചിനെ കൊരങ്ങന്മാര് പിടിച്ചോണ്ട് പോണേ. ശൂശ ഒഴിക്കാൻ ഞാൻ എന്തിനാടോ തെണ്ടി വരുന്നത്? മിണ്ടാതിരി. ഓ സാമൂതിരി നമ്പൂതിരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്ത് സാധനാടാ മിണ്ടാതിരി? ഓ എന്റെ കയ്യിന്ന് വിടണോ കൊറിയക്കാരാ? ഷോ ജൂഹി ചാവ്ല ഇവിടെ കിടന്ന് അലറി വിളിക്കുമ്പോ രക്ഷിക്കാൻ വരേണ്ട സൽമാൻ ഖാൻ ഇത് എവിടെ പോയി കിടക്കുക? ഡാ ഡാ അല്ല ഡി. ആഹാ എത്തിയല്ലോ മുതല്. നരഞ്ച കൊല്ലണ്ട. എന്റെ പെണ്ണിനെ തൊടുന്നോടാ നീയൊക്കെ. കുക്കു മോളെ, ഡാ നീ ഓക്കെ ആണോ? കിച്ചേട്ടാ. കിച്ചേട്ടൻ ആ പേടിക്കണ്ട, ഒന്നുമില്ല ഒന്നുമില്ല, ഞാനില്ലേ ഇവിടെ, പോട്ടെ. ഈ നിരഞ്ജനും കുക്കു ഇത് എവിടെ പോയതാ? അവരെ നോക്കാനായിട്ട് പോയ സ്മൃതിനെ കാണാനില്ലല്ലോ. ഇവക്കിതെന്തു പറ്റി? സ്മൃതി അങ്ങോട്ടൊന്ന് നോക്കിയ മനുഷ്യ, അത് നമ്മുടെ നിരഞ്ജനും കുക്കു തന്നെയല്ലേ? ആഹാ, ഇതൊക്കെ എപ്പോ? ഇന്ത്യ പാകിസ്ഥാൻ ഒന്നായോ? എന്ത് പണിയാ നിരൂപേട്ട നിങ്ങൾ കാണിച്ചത്? നല്ലൊരു സീനായിരുന്നു. നശിപ്പിച്ച്. ടൈമിംഗ് ഇല്ലാത്തൊരു പൊട്ടൻ. പൊട്ടൻ എന്റെ കെട്ടിയോ? ആ അതെന്നെ പറഞ്ഞത്. എടി പൂച്ചക്കുഞ്ഞ്, നിന്നെ ഞാൻ. സർ. ഓ യെസ്. നമുക്ക് പോകണ്ടേ? യാ ഓക്കെ, ഇതാ വരുന്നു. ആ നിരഞ്ജ, കുക്കു വാ. ഹർഷ എന്നാ നമുക്ക് അങ്ങോട്ട് വരൂ, പോവാം. കൃഷ വരൂ പോകാം. എന്നെ അങ്ങേർക്ക് വിളിക്കാൻ മേല, അവളെ വിളിക്കാം. ഞാനാണോ അവളാണോ അങ്ങേരുടെ ഭാര്യ? ഡി ആ എന്താ വിളി വരാത്തേന്ന് ആലോചിക്കായിരുന്നു. എന്താ ഇപ്പൊ വേണ്ടത് സാറിന്? ഒരാനമുട്ട പുഴുങ്ങിയത് എന്താ തരുവോ? ആ ഇങ്ങനെ പോയാലേ മുട്ടയല്ല ബുൾസയാവും തരിക. ഇയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു തൊലയ്ക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്കറിയാടി, നിനക്ക് ആ ഹരിയെ വിളിക്കാനല്ലേ. നിനക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്ത എന്തേലും അവനോട് പറയാനുണ്ടായിരുന്നോ? നീ എന്തിനാ എണീറ്റ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ലേ ഇതാ ഇപ്പൊ നന്നായേ. ഞാൻ ആരോട് സംസാരിച്ചാലും ഇയാൾക്കെന്താ? അതിന് മാത്രം എന്ത് ബന്ധാ നമ്മള് തമ്മില്? പിന്നെ വിളിച്ചത് അതെന്നെ മറച്ചെടുക്കണല്ലേ, അല്ലാണ്ട് അന്യനൊന്നും അല്ലല്ലോ. അന്യനല്ലടി റോമോ, എടുത്ത് തലേ കയറ്റി വെക്കവനെ. നിന്റെ മുറച്ചെറുക്കനല്ലേ? അതെയല്ലോ, എന്റെ മറച്ചെറുക്കൻ തന്നെയാ. നേരെ ചൊവ്വായിരുന്നെങ്കിൽ ഇപ്പൊ താൻ നിൽക്കേണ്ട സ്ഥാനത്ത് ഹരിയേട്ടൻ നിന്നേനെ. ഇതിപ്പോ കടുവയ്ക്ക് പരിണാമം സംഭവിച്ചൊരു സാധനം. ഹോ എന്റെ ഒരു വിധി. അയ്യടാ, അത്രയ്ക്ക് ദണ്ണാണെങ്കിൽ പോടി നീ അവന്റെ കൂടെ. ഞാനെങ്കിലും രക്ഷപ്പെടുമല്ലോ. ആ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം. സമയമുണ്ടല്ലോ, എന്നിട്ട് നോക്കാം. ഇപ്പൊ മഴപ്പറ്റ വാ, നമുക്ക് കൊറിയൻ തെരുവോരങ്ങളിൽ പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. ഓ ഒരു ഹരി കുരി, അവളുടെ ഒലക്കമേൽ ഒരു ഹരി. ഒരു ദിവസം എല്ലാത്തിനും ഇവിടെ തീയിട്ട് ഞാൻ വല്ല സെൻട്രൽ ജയിലിൽ പോയി റെസ്റ്റ് എടുക്കും. ആ വർഷ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോ പോകുന്നത് ഒരു മല കയറാനാണ്. പ്രണയമല എന്നൊക്കെ കളിയാക്കി പറയും. ഇവിടെ അടുത്താ. അതെന്താ അങ്ങനെ? ആ മല കയറി ചെന്ന് അതിന്റെ പീക്ക് ലെവലിലെത്തി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്നാണ് പറയുന്നത്. കൂടുതലും ലവേഴ്സ് ആണ് അവിടെ വരാറുള്ളത്. അതുകൊണ്ടാണ് അതിന് പ്രണയമല എന്ന് പേര് വന്നത്. ഷോ നേരത്തെ ഈ മലയെ കുറിച്ച് അങ്ങ് അറിയേണ്ടതായിരുന്നു. അതെന്താ നിമ്മി താൻ അങ്ങനെ പറഞ്ഞത്? ആ അങ്ങനെ ആയിരുന്നേല് നിങ്ങൾ എന്റെ തലയിലാകുമായിരുന്നോ? എത്ര എത്ര ഉദ്യോഗസ്ഥരായ യോഗ്യരായ ചെക്കന്മാർ എന്റെ പുറകെ നടന്നതാ. എന്നിട്ടോ എനിക്ക് കിട്ടിയത് താടി രോമവും കൊഴിഞ്ഞൊരു ഗർജിക്കാത്ത സിംഹത്തിന്. ആ എന്റെ വിധി, പറഞ്ഞിട്ട് കാര്യമില്ല. ഓഹോ, ഞാൻ ഗർജിച്ചില്ലായിരുന്നെങ്കിലേ ഇപ്പൊ 2 പിള്ളേരാവില്ലായിരുന്നു. പിന്നെ എന്നെ മടുത്തെങ്കിൽ അങ്ങ് കളഞ്ഞിട്ട് പോ. ഇപ്പോഴാകുമ്പോ മക്കളും കെട്ടി ഓരോ കര പറ്റി. വേണമെങ്കിൽ ഇവിടത്തെ ഏതെങ്കിലും കൊറിയൻ ചെക്കന്മാരെ നോക്കാം. ഞാൻ തന്നെ മുൻകൈ എടുത്ത് നടത്തി തരുകയും ചെയ്യാം. അയ്യടാ കൊള്ളാതെ ബാങ്ക് മാനേജറിന്റെ പൂതി. നിങ്ങൾ അങ്ങനെ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ജന്മം എന്നല്ല, ഇനി നിങ്ങൾക്ക് എത്ര ജന്മം ഉണ്ടോ അത്രയും ജന്മം ഞാൻ തന്നെ ആവണേ നിങ്ങളുടെ ഭാര്യനെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോ ഒരു പരോളില്ലാത്ത ജീവപര്യന്തം നീ എനിക്ക് എല്ലാ ജന്മത്തിലും വാങ്ങിത്തരുമെന്ന് അർത്ഥം. വാ വാ, സമയം കളയണ്ട. വെയിൽ ഉറച്ചാ പിന്നെ കേറാൻ പാടായിരിക്കും.
ഹോ, എന്തൊരു കുണ്ടും കുഴിയാണ് ദൈവമേ ഇത്. ഇവർക്കൊരു ലിഫ്റ്റ് വെച്ചൂടെ ഇവിടെ? ലെഫ്റ്റ് വെക്കാൻ ഇത് ഫ്ലാറ്റ് അല്ലല്ലോടോ ഭാര്യ, മലയാ മല. ആണോ? എനിക്കറിയില്ലായിരുന്നു. പറഞ്ഞു തന്നേന് നന്ദി. സ്മൃതി നോക്കി. ഓ ഈ പെണ്ണ്, ആ കൈ ഇങ്ങതാ, ഞാൻ പിടിക്കാം. എന്നെ ആരും പിടിക്കണ്ട, തന്നെ കേറാനൊക്കെ എനിക്കറിയാം. ഓഹോ, വാശിയാണോ? ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ പോയി അവളെ പിടിക്കും. ഓ ഇവളെ കൊണ്ട്. നരോബ് ഡോക്ടർ, കമോൺ. ചെല്ല് ചെല്ല്, കമ്മി എടുക്ക അവക്ക്, സമാധാനാവട്ടെ. ഓക്കെ, ഭാര്യ വന്നിട്ട് കേട്ടില്ലാതെ വേണ്ട. ഹർഷ, ഞാൻ എന്താ വരുന്നു. അശ്ശാ, ഞാൻ ദേ വരുന്നു. ഓ, ഇയാള് ഡോക്ടറൊന്നുമല്ല, നല്ല അസല് കോഴിയാ, ഗിരിരാജൻ കോഴി. താറാവിന്റെ രൂപം, കോഴിയുടെ സ്വഭാവം. ഇയാളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചുറ്റും കൂടെ നടക്കാൻ കുറെ പെടക്കോഴികളുണ്ടല്ലോ. കൃതിക മാഡം, സൂക്ഷിച്ചു കയറി വരണേ. ഓ, ഞാൻ സൂക്ഷിച്ചു തന്നെ. അമ്മേ, കുക്കു. അയ്യോ മോളെ. ഒന്നുമില്ല അമ്മ, ഞാൻ ഓക്കെയാണ്. അതെങ്ങനെ ഫോണിൽ നോക്കി കണ്ണും മൂക്കും ഇല്ലാതെ ഇല്ലേ നടക്കുന്നത്? വീഴാതെ പിടിച്ചതിന് നന്ദിയുണ്ട് എന്നും കരുതി കൂടുതൽ ഡയലോഗ് ഒന്നും വാരി വിതരണ്ട. ഓ ഇവളെ ഞാൻ ഇക്കാലത്ത് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ കൊള്ളില്ല, പ്രത്യേകിച്ച് ഇവളെ പോലെ തലതിരിഞ്ഞ മുതലുകൾക്ക്. ഇതെന്താ? മാലയോ? ഇത് ആരുടേതാണാവോ? തുറന്നു നോക്കാം. ഓ പണ്ടാരം, തുറക്കാനും പറ്റുന്നില്ലല്ലോ. ഡാ മോനെ വാ, നീ വരുന്നില്ലേ? ആ വരുന്നു അച്ഛാ. ഇതിപ്പോ പിന്നെ നോക്കാം, ഇപ്പൊ പോക്കറ്റിൽ കിടക്കട്ടെ. ഷോ, എന്റെ ലോക്കറ്റ്. എന്നാലും ഇത് എവിടെ പോയി? നീ എന്താ ഈ നോക്കുന്നത്? തലയിൽ നിന്ന് വീണുപോയ വല്ല സ്ക്രൂ നോക്കുവാണോ? ഇല്ല, പാലമരത്തേന്ന് വീണുപോയ ഒരാണി തപ്പുമായിരുന്നു, ഒരു കാട്ടാളിനെ തളയ്ക്കാൻ. എന്തൊക്കെ അറിയണമെന്ന് എനിക്ക്. ഓ ഞാനൊന്നും ചോദിക്കുന്നില്ലേ. തമ്പ്രാട്ടി ആണി ചുറ്റികയൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് വാ, ഞാൻ വർഷയുടെ കൂടെ പോവാ. ഈശ്വര, എന്നാലും എന്റെ ലോക്കറ്റ് അതെവിടെ പോയി? ഇനി ഞാനത് എടുത്തില്ല ബാഗിൽ നിന്ന്. അതോ ഇനി എന്റെ കയ്യിൽ നിന്ന് മിസ്സായോ? ഷോ, അതെങ്ങാനും അങ്ങേന്റെ കൈ കിട്ടിയ തീർന്ന ഞാൻ. കുക്കു, ഡി കുക്കു, ഇങ്ങ് വാ. ആ വരുന്നമ്മേ. ഹർഷ സൂക്ഷിച്ച്, ദാ അവിടെയൊക്കെ കല്ലിളക്കി കിടപ്പുണ്ട്, തെന്നി വീടല്ലേ. ആ ശരി ഡോക്ടർ. സൂക്ഷിച്ച്. ഞാൻ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ്. സോറി ഡോക്ടർ, പെട്ടെന്ന്. ആ കൈതാ, ഞാൻ പിടിക്കാം. അയ്യോ, സാറിന്റെ കൈ എന്തൊരു ക്യൂട്ടാണ്, സ്കിന്നും അതുപോലെ ഭയങ്കര സോഫ്റ്റ്. സോഫ്റ്റ് അല്ലടി, സ്വിഫ്റ്റ്. മിക്കവാറും ഇവളെ ഞാൻ സേഫായിട്ട് കാലപുരിക്ക് പാക്ക് ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഈ നാട്ടിൽ എന്താ ആണുങ്ങളായിട്ടുള്ള ഗൈഡുകളൊന്നും ഇല്ലാവോ? പോകുന്ന നോക്ക് രണ്ടും. ഒരു ഒലക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങേട്ട് പുറം തല്ലി പിടിക്കായിരുന്നു. ഓ എന്തൊരു ഡയലോഗായിരുന്നു എന്റെ സ്മൃതിമോക്ക്. ഇപ്പൊ ജലസ് അടിച്ചങ്ങ് കൊടുമുടി കയറി നിൽക്കുക. ഇപ്പൊ പൊട്ടുമെന്നുള്ള അവസ്ഥയില് കുറച്ചുകൂടെ മോളൊന്ന് കിടന്ന് തിളയ്ക്ക്. വൈകുന്നേരം ചേട്ടനൊന്ന് തണുപ്പിക്കാനുള്ളതാ. കെട്ടിയവനാണത്ര കെട്ടിയോൻ. ഇങ്ങനെ എവിടത്തെ കെട്ടിയോനാണോ എന്തോ. ഞാനിവിടെ ഏന്തി വലിഞ്ഞ് നടക്കുമ്പം അവളുടെ കൈ പിടിക്കാനായിട്ട് പോയേക്കുക. കൊച്ചു ഭാവിയല്ലേ അവള്. അവള് ദിവസവും വന്ന് വലിഞ്ഞ് കയറുന്നതാ ഈ മലയിൽ. എന്നിട്ടും എന്നും കയറുന്ന അവളന്മാരെ പിടിക്കാൻ അങ്ങേര് പോയിരിക്കുക. ആദ്യമായിട്ട് ചവിട്ടി കയറുന്ന നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു പട്ടിക്കുറുക്കനില്ല. എന്താണ് അവേ, ജലസടിച്ചോ? സാരയില്ലെന്നേ, ഞായറാഴ്ച ഒന്നിങ്ങ് എത്തിക്കോട്ടെ, പിന്നെ നിനക്ക് അവസരം കിട്ടുമല്ലോ. ഓ ഇതെന്താ തീർന്നില്ലേ ഇത്? പാഞ്ചാലി വസ്ത്രാശ്രമം പോലെ അഴിച്ചിട്ട് കേറിയിട്ടും തീർന്നില്ലല്ലോ. മടുത്തോ നീ? ഏയ് ഇല്ലല്ലോ, മല കേറിയ ഒട്ടും മടുക്കത്തില്ല. നല്ല സുഖമല്ലേ? വയറ് വേദനിക്കുന്നുണ്ടോ നിനക്ക്? എനിക്ക് ഇനി ഒരടി നടക്കാൻ വയ്യ. അതിന്റെ മണ്ടേ കയറിയിട്ട് എനിക്കിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇയാള് ചെല്ല്, ഇയാളുടെ പ്രേമെങ്കിലും പൂക്കട്ടെ. പൂക്കും മുമ്പേ അത് കൊഴിഞ്ഞു പോയെന്ന് ഞാൻ എങ്ങനെ പറയും കുക്കു? പോകുന്നില്ലേ ഇയാള്? ദോണ്ട നിങ്ങളുടെ ആരാധിക കാത്തു നിക്കുന്നു. വേഗം ചെല്ല്. നീ വാ. വേണ്ട, ഞാനെവിടെ ഇരുന്നോളാം, എനിക്കിനി അനങ്ങാൻ വയ്യ. നിനക്ക് നടക്കാൻ വയ്യെന്നല്ലേ പറഞ്ഞത്? ഞാൻ എടുത്തോണ്ട് കേറിക്കോളാം നിന്നെ. മിണ്ടാതെ അവിടെ അടങ്ങി ഇരുന്നാ മതി. ഹോ അങ്ങനെ എത്തി. ഓ എന്റെ നടുവ്. കുറച്ച് പോളിംഗ് കുറയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താ ഒരു ഭാരം. എന്നെ എടുക്കാൻ ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, തന്നെ വന്ന് തലവെച്ചതല്ലേ. അതേടി, ഇനി അതൂടെ പറ. പാവമല്ലേ, വയ്യാതിരിക്കുകയല്ലേ നോർത്ത് ഹെൽപ്പ് ചെയ്തപ്പോ അവക്ക് അഹങ്കാരം. ഓട പട്ടി. പട്ടി നിന്റെ. എല്ലാരും അങ്ങോട്ട് നോക്കിക്കേ.
ആ കുന്നിലേക്ക് നോക്കി നിന്ന് കണ്ണടച്ച് നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിച്ച അത് നടന്നിരിക്കും. ഈശ്വര, ഞാനിപ്പോ എന്താ പ്രാർത്ഥിക്കുക? എല്ലാരും ഭയങ്കര പ്രാർത്ഥനയിലാണല്ലോ. ഈശ്വര, ഇനിയുള്ള എല്ലാ ജന്മത്തിലും നിരൂപനെ തന്നെ എനിക്ക് എന്റെ ഭർത്താവായി തരണേ. ഈ ജന്മത്തിലെന്നല്ല, ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും എനിക്ക് എൻ്റെ സ്മൃതിയുടെ മാത്രമായിട്ട് ജനിക്കാൻ കഴിയണേ. എന്തായാലും എന്നെ ഇവിടെ വരെ എടുത്തോണ്ട് വന്നതല്ലേ മഴപ്പാറ്റ. അങ്ങേർക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കാം. ഈശ്വര, നിരഞ്ജനേട്ടൻ ചോദിച്ച ആഗ്രഹം എന്താണോ അതങ്ങ് നടത്തി കൊടുത്തേക്കണേ. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ പ്രാർത്ഥനയും വിശ്വാസം സത്യമാണെങ്കിൽ കുക്കുവിന് അവൾ ആഗ്രഹിക്കുന്ന ജീവിതം അവൾ ആഗ്രഹിക്കുന്ന ആൾക്കൊപ്പം എല്ലാ ജന്മത്തിലും നടത്തി കൊടുത്തേക്കണേ. ഞാൻ ആഗ്രഹിച്ചത് നിങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. വരാൻ പോകുന്ന ശത്രു നിസ്സാരക്കാരനല്ല. അവനിൽ പ്രണയവും പ്രതികാരവും ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കാഠിന്യം ഇനി വേദനിപ്പിക്കാൻ പോകുന്നത് എൻ്റെ വാവേനെയാണ്. വരാൻ പോകുന്ന പരീക്ഷണം എന്തായാലും ശരി, വാവയ്ക്ക് നിരഞ്ജനം ഒന്നും സംഭവിക്കരുത്. ഏയ്, താൻ കഴിയണോ? ഏയ് ഇല്ലടോ കുറയും പ്രേതമേ. അല്ല, താനൊന്നും പ്രാർത്ഥിക്കുന്നില്ലേ? ജീവിച്ചിരുന്നപ്പോ പ്രാർത്ഥനകൾ കേട്ടിരുന്നുവെങ്കിൽ ഞാനും താനും തമ്മിൽ ഇന്ന് കണ്ടുമുട്ടില്ലായിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങാം. ഇല്ലേല് വെയിൽ മൂക്കും, പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഓക്കെ. ഹർഷ, തനിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. താൻ നല്ല വെളുത്തതായതുകൊണ്ട് തന്നെ ഈ കളറ് തന്റെ സ്കിന്നിന് നല്ല മാച്ചാണ്. ഓ താങ്ക്സ് ഡോക്ടർ. ഡോക്ടറിനെ പോലെ ഇത്രയും ഹാൻസമായ ഒരാൾ എങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ബ്ലഷ് അടിക്കുന്നു. ഏയ് യു നോട്ടി ഗേൾ. ഓ, ഇങ്ങനെ ലിമിറ്റ് വിടുന്നുണ്ട്. ഈശ്വര, സ്മൃതി മോള് ടെറർ മോഡാണല്ലോ. കളി കാര്യായോ? നിങ്ങൾ ഈ മലയുടെ മേലെ ആയതും എന്റെ ഭർത്താവായതും നിങ്ങളുടെ ഭാഗ്യം. ഇല്ലായിരുന്നെങ്കിൽ എപ്പോ ഇവിടുന്ന് തള്ളിയിട്ട് കൊന്നു നോർത്താ മതി. നിങ്ങളിങ്ങ് റൂമിലേക്ക് വാ, എന്നിട്ടല്ലേ ബാക്കി. നിരഞ്ജൻ ഡോക്ടറിന്റെ മാരേജ് അറേഞ്ച്ഡ് ആയിരുന്നോ? അതെ. പക്ഷേ നിങ്ങളെ കണ്ടാല് ഒരുപാട് നാള് പ്രണയിച്ചിട്ട് വിവാഹം കഴിച്ച പോലെ തോന്നും. സത്യം പറയാലോ, മാഡത്തിനെ പൊക്കി എടുത്തോണ്ട് വന്ന സീൻ കണ്ടപ്പം ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. അത് കൊള്ളാലോ. കുറച്ച് അത്യാഗ്രഹമായി പോയില്ലേ? ഒന്ന് പോയേ ഡോക്ടറെ. ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഭർത്താവിനെ കിട്ടാനും ഭാഗ്യം വേണം. കൃതിക മാഡത്തിന് അതുണ്ട്. ഭാഗ്യം അതവക്കുണ്ടായിരുന്നെങ്കിൽ അവൾ എൻ്റെ ഭാര്യയായി ഇങ്ങനെ ഒരുക്കി ജീവിക്കില്ലായിരുന്നു. ഓ, ഇങ്ങേരുടെ സൊള്ളല് കഴിഞ്ഞില്ലാവോ? പോകുന്നതിന് മുമ്പ് അവക്കിട്ടൊരെണ്ണം പൊട്ടിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. ആ, ഇനി നമുക്ക് ഇറങ്ങാം. ആഹാ, ഇനി എങ്ങോട്ടാ നമ്മള്? അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട്. എങ്കി വാ പോകാം. സ്മൃതി വാ, ഞാൻ പിടിക്കാം. ഇങ്ങോട്ട് ആരുടെ സഹായം ഇല്ലാതല്ലേ കേറിയത്. ഇറങ്ങാനും ആരുടെ സഹായം വേണ്ട. കളി കാര്യമായെന്നാ തോന്നുന്നത്. കുക്കു, നീ ഇവിടെ ഇരിക്ക്. ചേച്ചി, അപ്പോ നിരൂപേട്ടൻ? ഏട്ടൻ അവിടെ ഇരുന്നോളും. ഏട്ടന് അവിടെ കൂടുതൽ സൗകര്യം. എന്താ? ഒന്നുമില്ല, ഇവിടെ ഇരിക്കടി. ആ ശരി. ഷോ, കുക്കു അവിടെ പോയിരുന്നോ? അവക്ക് എന്റെ അടുത്ത് വന്നിരുന്നൂടെ? ആ വർഷ, താൻ ഹർഷയുടെ കൂടെ ഇരുന്നോ? എനിക്ക് നിരഞ്ജനോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ ഡോക്ടർ. എന്താണ് ENT സ്പെഷ്യലിസ്റ്റ് ഈ വഴിയൊക്കെ? ആ, ഗൈനക്കോളജിസ്റ്റിന്റെ ഒരു സഹായം വേണമായിരുന്നു. എന്താണാവോ? ഏട്ടത്തിയായിട്ട് ഉടക്കിയോ? ഞാൻ ഉടക്കിയില്ല, നിന്റെ ഏട്ടത്തിയാ ഉടക്കിയത്. എന്തിന്? ഏട്ടത്തി അങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കുന്ന ടൈപ്പല്ല. വെറുതെ ഞാൻ അവളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ആ ഹർഷയുടെ അടുത്ത് ഇച്ചിരി ക്ലോസ് ആയിട്ട് സംസാരിച്ചു. അതിന്റെ ജലസ് കയറിയതാ. ആഹാ, ബെസ്റ്റ്. വേറെ ഒരു ജോലി ഇല്ലായിരുന്നു. ഇപ്പോ കളി കാര്യമായി. അവൾ എന്നെ ഇനി അടുപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി റൂമിൽ നോ എൻട്രി ബോർഡ് എങ്ങാനും വെക്കുമെന്നാ എന്റെ പേടി. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ആ, എന്തായാലും ഇപ്പൊ ഡോക്ടർ സാർ തൽക്കാലം കൂളായിട്ടിരിക്കും. നമുക്ക് റെഡിയാക്കാന്നേ. ആ, നേരെ ആയാ മതിയായിരുന്നു. സ്ഥലം എത്തി. എല്ലാരും ഇറങ്ങും കേട്ടോ. വർഷ, സൂക്ഷിച്ച്. ഈ ഡോക്ടറിന്റെ ഒരു കാര്യം. അതെ അതെ, ഈ ഡോക്ടറിന് എല്ലാരോടും വലിയ കാര്യം. അതുകൊണ്ട് ആ, എങ്കിൽ നിങ്ങൾ എല്ലാരും റൈഡ് കയറിയിട്ട് വാ. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. സ്മൃതി വാ. തന്നെ അങ്ങ് പോയാ മതി. എന്നെ ആരും വിളിക്കണ്ട. ഇപ്പൊ വിളിക്കാൻ വന്നേക്കുന്നു. സ്മൃതി മോളെ.
ഈശ്വര, ഇത് എന്തോന്ന് സ്ഥലമായത്? ചേട്ടാ, തലകുത്തി ഓടുന്ന ഈ സാധനത്തിലൊക്കെ കേറാനാണോ ഈ പെമ്പിള്ളേരെ നമ്മളെ കൊണ്ടുവന്നത്? അതിലെങ്ങാനും കേറി മണ്ടയിടിച്ച് നിങ്ങളെങ്ങാനും വീണ പിന്നെ ഞാൻ വെള്ള സാരി ഉടുത്ത് നടക്കേണ്ടി വരും. എന്റെ പിള്ളേർക്ക് വല്ലതും പറ്റിയാലോ? നിമ്മി, അതത്ര പ്രശ്നമുള്ള സാധനമൊന്നും അല്ല. കണ്ടില്ലേ എത്ര പേരാ കേറുന്നത്? നീ ഇങ്ങ് വന്നേ. അയ്യോ, വിടടോ എടാ കാല, വിടടോ. തനിക്ക് എന്റെ ശല്യം തീർക്കാൻ വേണ്ടി താൻ മനപ്പൂർവ്വം എന്നെ കൊണ്ടുവന്നതല്ലേ ഇങ്ങോട്ട്. അയ്യോ, ആരെങ്കിലും ഒന്ന് എന്നെ രക്ഷിക്കണേ. ഡേ, കിടന്ന് അലറിയുണ്ടല്ലോ, വായില് വല്ല തുണിയും തിരികെ കയറ്റി ഞാൻ. മിണ്ടാതിരുന്നോണം. ഇവിടെ ആർക്കും നീ പറയുന്ന ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഇന്ന് നിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടിട്ട് എന്ന കാര്യം. ദുഷ്ട കാലമാടാ, അപ്പൊ നിങ്ങൾ എന്നെ മനപ്പൂർവ്വം കൊണ്ടുവന്നതല്ലേ? അതേലോ, അങ്ങനെ തന്നെയാ. വാ മോളെ വാ, നമുക്ക് സ്വർഗം കണ്ടേച്ചും വരാം. താൻ കൂടെ ഉണ്ടെങ്കിൽ ചെകുത്താന്റെ കൂടെ നരകത്തിലായിരിക്കും. അയ്യോ, എന്നെ കൊല്ലാൻ കൊണ്ടുപോണേ. ഇവളുമാരിത് എവിടെ പോവാ? പോയി നോക്കാം. ഡി മാക്രി, നീ വരുന്നില്ലേ? മാക്രി തന്റെ കെട്ടിയോള്. അത് തന്നെയാ പറഞ്ഞത്. ഒന്ന് മിണ്ടാതിരി വെണ്ണേ, വാ ഇങ്ങോട്ട്. ഓ, ഞാൻ വന്നോളാം. ഇയാളെ ചെല്ല്. ഹോ, എന്തൊക്കെ അറിയണം? ഇനി വല്ലോനും പിടിച്ചോണ്ട് പോയിട്ട് കിടന്ന് കാറിയാലുണ്ടല്ലോ, ഞാനങ്ങ് വരില്ല രക്ഷിക്കാൻ. ഓ പിന്നെ, അപകടത്തിൽപ്പെടുന്നവരെയൊക്കെ രക്ഷിക്കാൻ ഇയാളാരെ ഡിങ്കനോ അതോ സ്പൈഡർമാനോ? ഒന്ന് പോയടർക്ക. ഓ നാശം, ഇവളോടൊക്കെ സംസാരിക്കാൻ നിന്ന് എന്നെ വേണം തല്ല. എവിടാന്ന് വെച്ചാ പോട്ടെ. ഇവളുമാരിത് ആരോടാ സംസാരിക്കുന്നത്? ഏതാ അവന്മാര്? മാഡം മാഡം അങ്ങോട്ട് പോയില്ലേ? ആ, ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ നിങ്ങളെ കണ്ടത്. ആ ഓക്കെ മാഡം. മാഡം, ഇത് ഞങ്ങളുടെ ബോയ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ് 2 ആഴ്ച കഴിഞ്ഞ്. ഓ, അപ്പൊ നിങ്ങൾ കമ്മിറ്റഡ് ആണോ? അതെ മാഡം, 3 വർഷമായി. ഓ, ഐ സീ. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് മാഡം. പിന്നെ ഞങ്ങള് ഡോക്ടേഴ്സിനോട് കുറച്ച് ഫ്രീ ആയിട്ട് പെരുമാറിയത് മലയാളികളാണല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഗസ്റ്റിനെ കൂടുതൽ കെയർ ചെയ്ത ടിപ്സ് കൂടുതൽ കിട്ടാറുണ്ട്. അതുകൊണ്ടാ ഞങ്ങള് കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിച്ചത്. ഒന്നും തോന്നരുത്. ഓ, അത് സാരമില്ല. എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. യാ ഓക്കെ. ഷേ, വെറുതെ അവരെ കുറിച്ച് മോശം വിചാരിച്ചു. ഇതാണ് പറയുന്നത്, ഒരാളെ കണ്ട ഉടനെ അവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുതെന്ന്. എവിടെ ആ കൊരങ്ങ മഴപ്പാറ്റ? എവിടെ? സ്മൃതി ഒന്ന് നിക്ക്. എന്തിനാ ഇങ്ങനെ കലപ്പിട്ട് നടക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോ. എനിക്ക് വേറെ ജോലിയുണ്ട്. കൈവിട്. ഷേ, ഇവളെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. അയ്യോ, മടുത്ത്. നല്ല രസമായിരുന്നു അല്ലേ ചേട്ടാ? രസമല്ല, സാമ്പാർ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. മനുഷ്യന്റെ പദം വന്ന്. നീ ആദ്യമൊക്കെ പേടിച്ചു നിന്നിട്ട് പിന്നെ റോക്കറ്റ് വിട്ട പോലെയല്ലേ ഓരോന്നിലും ചെന്ന് വലിഞ്ഞു കയറിയത്. നിങ്ങളല്ലേ എന്നെ ഉന്തിത്തള്ളി വിട്ടത്. അതെ അതെ, ഒന്ന് നിർത്തിക്കേ. ഇനി നിങ്ങളുടെ കൂടി അടി താങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. വല്ലതും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എങ്കി വാ പോകാം. വർഷ, നിങ്ങൾ വരുന്നില്ലേ? ഇല്ല സർ, സമയം ഒരുപാടായി. ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. ഓക്കെ ദാൻ, താങ്ക്സ് ഫോർ യുവർ സർവീസ്. എല്ലാവർക്കും സന്തോഷമായെന്ന് കരുതുന്നു. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ്. പറ്റുമെങ്കിൽ നിങ്ങൾ വരണം. അയ്യോ, ഞങ്ങള് BTS കോൺസേർട്ട് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ തിരികെ പോകും. മക്കളെ വിഷമിക്കണ്ട, ഞങ്ങള് പ്രാർത്ഥിച്ചോളാം. ശരിയെങ്കിൽ ഗുഡ് നൈറ്റ് എവ്രിവൺ. നേരം ചേട്ടാ, പേഴ്സ് കാണിക്ക്. എന്തിന് കാണിക്ക് മനുഷ്യ. ഹർഷ, വർഷ, ഇത് വെച്ചോ ഞങ്ങളുടെ സന്തോഷത്തിന്. താങ്ക് യു മാഡം. ഹാപ്പി ആയിട്ടിരിക്കും രണ്ടാളും. ടേക്ക് കെയർ. ബൈ മാഡം. വാ, നമുക്കിനി വല്ലതും കഴിച്ചിട്ട് കൂടണേ. നിങ്ങൾ ചെല്ല്, എനിക്ക് വിശപ്പില്ല. ഈശ്വര, പിണങ്ങിയതാണോ ഈ മനുഷ്യൻ? അമ്മേ, നിങ്ങൾ പോയി കഴിക്ക്. എനിക്ക് വിശപ്പില്ല, ഞാൻ റൂമിൽ പോവാ. ഈ പിള്ളേർക്ക് ഇതെന്താ പറ്റിയത്? ആ, വേണ്ടെങ്കിൽ വേണ്ട. മക്കളെ, നിങ്ങൾ വാ. നെടുവേട്ട, ഏട്ടാ ഏട്ടാ നിക്ക് നിക്കാൻ. താൻ എന്താ ഇങ്ങ് പോകുന്നത്? ചെന്ന് ഫുഡ് കഴിക്ക്. ഏട്ടൻ കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പില്ല. എനിക്കറിയാം നല്ല വിശപ്പുണ്ടെന്ന്. ദേഷ്യമാണോ എന്നോട്? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. സോറി ഏട്ടാ, ഞാനിന്ന് കുറച്ചധികം ചാടയിട്ടു എന്നറിയാം. സോറി, ക്ഷമിക്ക് പ്ലീസ്. സ്മൃതി, തനിക്കറിയാവുന്നതല്ലേ ഞാൻ നിന്നെ അല്ലാണ്ട് വേറെ ആരെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ലാന്ന്, ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന്. പിന്നെ എന്തിനാ നീ എന്നെ
ശരിയാ, നിന്നെ ഒന്ന് വട്ടാക്കാൻ ഞാൻ അവരോട് കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിച്ചു എന്ന് കരുതി നിന്നെ മറന്ന് ഞാൻ അവരോടൊന്നും മിണ്ടുക പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് നീ എന്നെ അവോയ്ഡ് ചെയ്തില്ലേ? ഞാൻ അത്രയ്ക്ക് മോശം. സ്മൃതി, നിരുപേട, I love you. സ്മൃതി, നിരുപേട, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. I need you right now. ആർ യു സീരിയസ്? Yes, എനിക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇന്ന് രാത്രി കൊണ്ട് നിങ്ങളുടേത് മാത്രമായിട്ട് മാറണം. Please, just do it. நீ அணைக்கின்ற வேளையில் உயிர் போ தேடுக்கின்ற மலரும் നീ വെടുക്കിன்று ഓടി സ്മൃതി, ഓരോ നിമിഷവും നീ എന്റെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഐ വോണ്ട് യു സ്മൃതി, I just need you. Don't ask. Take me completely. മലർ മഞ്ചം സേരാത പെണ്ണില എന്തൻ മാർബോട് വന്നാടുതോ புது வெள்ளை மழை இங்கு பொழிகின்றது எந்த கொள்ளை நிலாவுடல் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் தேடி அலைகின்றது கரை நான் சிறு பறவை உன் வானம் நானே. ഹലോ ഏട്ടാ, നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ ഇന്നില്ല. സ്മൃതിക്ക് നല്ല ക്ഷീണം. നിങ്ങൾ പോയിട്ട് വാ, വൈകിട്ട് ഞങ്ങൾ ഇറങ്ങും. ആ ശരി ഏട്ടാ. അവരെവിടെ? അവരിന്ന് വരൂല, നമ്മളോട് പൊയ്ക്കോളാൻ പറഞ്ഞു. വാ വാ. ശേ, ഞാൻ പോയി ചേച്ചിയെ ഒന്ന് നോക്കിയിട്ട് വരാം. കുക്കു, എന്താ? അവര് രണ്ടുപേരും കൂടി നമ്മളെ ചെറിയച്ഛനും ചെറിയമ്മയാക്കാനുള്ള കോഴ്സ് പഠിച്ചോണ്ടിരിക്കുക. ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. ഓ, ഐ സീ. അവരധികം വൈകാതെ കോഴിക്കാലും കുഞ്ഞിക്കാലും എല്ലാം കാണും. നിങ്ങൾ ഇങ്ങനെ നടന്നോ രണ്ടും? വേ 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 അല്ല, കാല്, കുഞ്ഞിക്കാല്. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല റഗോറിയാൻ പ്രേതമേ. നിനക്കാകെ ചിക്കൻ കാലല്ലേ അറിയൂ. நேசிப்பதும் சுவாசிப்பதும் ഉന്തയവാൾദാനേ ചമ്മണ്ട. ഉണ്ടായിരുന്ന അവസാനത്തെ ചമ്മലും ഇന്നലെ രാത്രി ഉടഞ്ഞു വീണു. ഇനി അതിന്റെ ആവശ്യമില്ല. നിരുപേട്ട, ഫൈനലി ഞാൻ എന്റെ ചെക്കന്മാരെ മീറ്റ് ചെയ്യാൻ പോകുന്നു. ഐ കാന്റ് വെയിറ്റ് അപ്പാ. ഇവളുടെ പറച്ചില് കേട്ടാന്ന് തോന്നുന്നു അവന്മാരെ ഇവളെ പെറ്റ് വളർത്തിയതെന്ന്. ഈ ഡ്രസ് ഇട്ടാലോ? അല്ലല്ല, വേണ്ട, ഇതിടാം. പക്ഷേ ഇത് പേതായിടുക. ഈശ്വര, ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇനി തുണിയില്ലാതെ ഞാൻ ഇറങ്ങി വരുമോ? പറയാൻ പറ്റൂല. ചെപ്പ സാധനം എന്തും ചെയ്യും. ഓ, എന്റെ എത്ര നാളത്തെ കാത്തിരിപ്പാന്നറിയോ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും കാലന്റെ കൊലക്കയർ എന്റെ കഴുത്തിൽ വീണു പോയല്ലോ. എന്റെ വിധി. അത് നിനക്ക് കൊലക്കയറാണെങ്കിൽ നീ എനിക്ക് കഴുമരമാ. ഡോ ഡ്രാക്കുളെ, മിണ്ടാതെ ഇരുന്നോണം. കൊലക്കയർ കാത്തു നിൽക്കുന്ന തടവുകാരി കിട്ടിയ പരോളായത്. എന്റെ ഇന്നത്തെ മൂഡ് താനായിട്ട് നശിപ്പിച്ച. തന്നെ കൊന്നു കൊല വിളിച്ച് ഓംകാര നടനാടും ഞാൻ. ആർക്ക് നല്ല ദിവസം? നിനക്കല്ലേടി നല്ല ദിവസം പുല്ലേ. കണ്ട കൊറിയൻ ചെക്കന്മാരെ കാണാൻ വേണ്ടി അവള് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങള്. അതിന് തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പാട്ട് പാടാനും അറിയില്ല, ഡാൻസ് കളിക്കാനും അറിയില്ല. 6 പാക്ക് പോയിട്ട് ഒരു പവർ ബാങ്ക് പോലും എടുക്കാനില്ല. അതൊക്കെ പോട്ടെ, ഒരു ചെറിയ താടിയെങ്കിലും, എന്തിന് ഒരു ചിരിയെങ്കിലും അതുപോലും അറിഞ്ഞൂടാത്തൊരു മനംകൊണാഞ്ചൻ. നീ എന്നല്ലേടി പറഞ്ഞത് എന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്? ആര്, എപ്പോ, എങ്ങനെ? താൻ വല്ല സ്വപ്നം കണ്ടതാവും. ഞാൻ ഇതുവരെ താൻ ചിരിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. ഡീ,
കള്ള് കുടിച്ച് പൂസായി അന്ന് നീ കാട്ടിക്കൂട്ടിയതൊക്കെ അങ്ങ് മറന്നോ? ആയ് എനിക്കൊന്നും ഓർമ്മയില്ല. ആവശ്യമില്ലാത്തതൊന്നും ഞാൻ ഓർത്ത് വെക്കാറുമില്ല. വഴി മാറടോ മുണ്ടക്കൽ ശേഖര. എനിക്ക് എന്റെ ഒപ്പയെ കാണാനുള്ള സമയമായി. ഒപ്പാ ഹിയർ ഐ കം. അതെ, കോൺസേർട്ട് കഴിയുമ്പോ ആ വഴി പോവോ? നിന്റെ ക്യൂओ വിയോ അരയിൽ വന്ന് വിളിച്ച അവന്റെ കൂടെ? പിന്നല്ല, ഇതെന്ത് ചോദ്യ? വി ഒപ്പം ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ എപ്പോ പോയി ചോദിച്ചാൽ മതി. ആഹാ, നീ പോവോടിയാവും വിളിച്ച. മുട്ടുകാല് തല്ലിയൊടിച്ച് മൂലക്കിടിഞ്ഞ പോവുക, കോൺസേർട്ട് കാണുക, തിരികെ വരിക, അത് മതി. അയ്യട, ടൈം ടേബിൾ വെച്ച് പൊന്നുമോൻ തന്നെ അങ്ങ് കണ്ടാ മതി. മാറങ്ങോട്ട്, എനിക്ക് പോകാനുള്ള സമയമായി. ഇവള് മിക്കവാറും ഹൈബിന്റെ മതിൽ ചാടും. എന്റെ ബാങ്ക് ടാം പരമ്പര ദൈവങ്ങളെ, കുടുംബത്തെ നാണം കെടുത്താതെ സേവ് മീ, സേവ് മീ. ഒപ്പ സാരാംഗെ അനിയാസ്യോ ഹംസമിത ഒച്ചാക്കെ ജിഞ്ച. എന്റെ ഭാര്യയ്ക്ക് വട്ടായോ ദൈവമേ, അതോ വല്ല കൊറിയക്കാരുടെയും ബാധ കയറിയോ? ഒരുമാതിരി ഗ്രഹണം പിടിച്ച പിള്ളേരെ പോലെ. സ്മൃതി. ആ ഏട്ടാ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഹെയർ സ്റ്റൈൽ അതും കൊള്ളാം. ഒപ്പയ്ക്ക് ഇഷ്ടാവോ എന്തോ. ജിമ്മിനപ്പോ ഒന്ന് നോക്കിയാ മതിയായിരുന്നു. മാടമ്പള്ളിയിലെ ആ ചിത്തരോഗി വേറെ ആരുമല്ല നിരൂപേ, നിന്റെ മുന്നിൽ നിൽക്കുന്ന നിന്റെ ഭാര്യ തന്നെയാണ്. ആ, എന്നാ നമുക്ക് ഇറങ്ങിയല്ലോ സ്മൃതി, വാ. വാ പോകാം. അമ്മേ, ഇതെന്താ കവറില്? ഇത് കുറച്ച് അച്ചപ്പവും മുറുകും വാഴക്ക ചിപ്സാ. എന്റെ പിള്ളേരുടെ കൂട്ടുകാരില്ല ആ പിള്ളേര്, അവരിതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്നേ, അതുകൊണ്ട് അവർക്ക് കൊടുക്കാനാ. ഈശ്വര, അച്ചപ്പവും ചിപ്സും ഒക്കെ ആ ചെറുക്കന്മാർക്ക് വായിൽ വെച്ച് കൊടുത്തിട്ടേ ഇവളിനി വരുവോ? ചേട്ടാ വേഗം വന്നേ, നേരത്തെ പോയാലേ മുന്നിൽ തന്നെ പോയി ഇരിക്കാൻ പറ്റൂ. ഞാനേ ദേ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പേപ്പറോ? എന്തിന്? നിലത്തത് വിരിച്ചിട്ടിരിക്കാൻ. ദൈവമേ, പൂരപ്പറമ്പില് ഗാനമേള കാണാൻ പോവുകയാണോ ഓർത്തിട്ടാണോ ഇവളിതെല്ലാം പൊതിഞ്ഞെടുത്തേക്കുന്നത്? ചേട്ടാ വാ. ആ വരുന്നു. ഹോ, ബിവറേജിന്റെ മുന്നിൽ കാണില്ലല്ലോ ഇത്രയും തിരക്ക്. അതിന് നിങ്ങൾ എപ്പോഴാ മനുഷ്യ ബിവറേജിൽ പോയത്? ഞാനൊരു അതിശോക്തി പറഞ്ഞതാ. നിങ്ങളുടെ അതിശോക്തി ഇച്ചിരി കൂടുന്നുണ്ട്. ഇത് എന്നാ വലിയ പറമ്പാ, ഇവിടെ പൊരിയൊക്കെ കിട്ടുമോ ചേട്ടാ? പൊരിയല്ല, പരിപ്പ്. എല്ലാം കഴിയുമ്പോ കൊറേക്കാരെന്റെ പരിപ്പ് എടുക്കും. നിമ്മി, നിനക്കിത് എന്താന്ന് മനസ്സിലായോ? ആ, കൊറേല പള്ളിപ്പെരുന്നാളല്ലേ. ദോണ്ട കിടക്കുന്ന ചട്ടിയില്ലല്ലോ. അച്ഛാ വാ, പാസ് കൊടുക്കാൻ തുടങ്ങി. എന്തോരം പിള്ളേരായത്. മുന്നിൽ തന്നെ സീറ്റ് ഇട്ടത് എന്തായാലും നന്നായി. തിരിച്ചു ചെന്നിട്ട് വേണം രമണിയോടും സരളയോടും ഒക്കെ വിശേഷം പറയാനായിട്ട്. ഓ, എന്തൊരു ലൈറ്റ് ആയത്. എന്തോരം കറണ്ട് ബില്ലാവും ഇതിനൊക്കെ. ഇവർക്കൊന്നും നാളത്തെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല. ഈശ്വര, ഒരേ ഒരു നോട്ടം പ്ലീസ്, ഒരേ ഒരു നോട്ടം, ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. എന്തുവാടി നീ ഇത്രയ്ക്ക് പ്രാർത്ഥിച്ചങ്ങ് തള്ളുന്നത്? അതിപ്പോ താൻ അറിയേണ്ട കാര്യമില്ല, കേട്ടല്ലോ. ഓ, നീ നോക്കിക്കോടി. അവനില്ലേ നിന്റെ വി, അവൻ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല. നീ നോക്കിക്കോ. ആ നോക്കാം. താനൊന്ന് വാരച്ച് മിണ്ടാതിരിക്കടോ. ഓ ഡോ, കൊറേ പറയുന്നവേ മാറിയിരിക്കടോ അങ്ങോട്ട്. ഞാൻ എന്റെ യോഗിച്ചനെ ഒന്ന് ശരിക്കും കാണട്ടെ. I have VIP pass. എന്നാലേ എനിക്ക് VVIPക്ക് പാസ് ഉണ്ട്. What? വെല്ലുവിളിച്ചാലേ ഇന്ത്യയിലേക്ക് പറപ്പിക്കുന്ന കമ്പോളത്തിന്റെ പാസ്. വെറുതെ ഭാഷ അറിയാതെ നാട്ടിൽ പോയി കിടന്ന് ഗോതമ്പട തിന്നണ്ടെങ്കിലേ മാറിയിരിക്കടോ അങ്ങോട്ട്. ഈ ചെക്കൻ, അയ്യോ ഇങ്ങനെ പോലെ. അതെ, ആ ചെറുക്കന്റെ പേരെന്താ? ആറാം. റാം. അങ്ങേരിത് പണ്ട് പറയുമായിരുന്നു, നമുക്ക് ആങ്കൊച്ചായിരുന്നെങ്കിൽ റാം എന്ന് പേരിടാന്ന്. ഇതിപ്പോ അങ്ങേരുടെ അതേ ചായ. അതെ, ഇത് അങ്ങേരുടെ തന്നെ. കണ്ണും മൂക്കും നാക്കും എല്ലാം ഒരുപോലെ. എന്താടോ
എന്താ ഇങ്ങനെ നോക്കുന്നത്? ഓഹോ, നിങ്ങൾക്കറിയില്ലല്ലേ? ഏ ഇല്ല. അവൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലേ? നിങ്ങൾ ഈ കോൺഫറൻസ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് തെണ്ടി തിരിഞ്ഞ് നടന്ന് നിങ്ങൾക്ക് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഉണ്ടായിപ്പോയ സന്തതി അല്ലേടോ കാല ആ റബ്ബർ പാല് കുടിച്ച പോലെ നിന്ന് തുള്ളുന്നത്. ഏ എന്തോന്ന്? എനിക്കെല്ലാം മനസ്സിലായി. നാട്ടിൽ ചെല്ലട്ടെ, കാണിച്ചു തരാടോ നിങ്ങൾക്ക്. ഈശ്വര, വഴിയെ പോയത് കൂടി ഇപ്പൊ എന്റെ തലയിലായല്ലോ. ഏത് നേരത്താണോ എന്തോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ജിമിനപ്പ, ജിമിനപ്പ, I love you. ഞാനൊരു ഐ ലവ് യു പറഞ്ഞ തിരിച്ചൊരെണ്ണം പറയണമെങ്കിൽ വായിൽ നാവുണ്ടോന്ന് തപ്പി നോക്കണം. അവളാ ഇപ്പൊ അവനോട് നാമം ജപിക്കുന്ന പോലെ ഇരുന്ന് പറയുന്നത്. ആ ഇവരെയും കുറ്റം പറയാൻ പറ്റില്ല. ചെക്കന്മാർ ഒരേ പൊളി. വിയപ്പ, വിയപ്പ. ആ ഇന്നെങ്ങാനും ഒപ്പിട്ട് തീരുവാവോ? ഓഫ്, ഇവളെയും കുറ്റം പറയാൻ പറ്റില്ല. എന്തൊരു ഗ്ലാമറാ പന്നിക്ക്. ഓ, കണ്ണടുക്കാൻ തോന്നുന്നില്ല. I love you, ഒപ്പ, ഒപ്പ, സാരംഗി. അയ്യോ, ഒപ്പ എന്നെ നോക്കുന്നു. ഏ അവൻ ഇവളെ നോക്കിയ? ഇവൻ എന്തിനാ ഇവളെ നോക്കുന്നത്? ദൈവമേ, ലവനെങ്ങാനും പോരുന്നോ എന്റെ കൂടെ എന്ന് ചോദിച്ചാൽ ഈ മൊയിലിന് പരിണാമം സംഭവിച്ചത് ചാടി പോവുമല്ലോ. ഇല്ല, തടഞ്ഞേ പറ്റും. ഡി അടങ്ങി നിൽക്കടി അവിടെ. താൻ പോടോ. സബാഷ്. നീ ആരാടാ എന്റെ ഭാര്യയ്ക്ക് പൂ എറിഞ്ഞു കൊടുക്കാനായിട്ട്? കൊണ്ടുപോടാ അവന്റെ ഒരു ബൊക്ക. തനിക്കിത് എന്തിന്റെ കേടാണോ? പട്ടിപ്പുല്ല് തിന്നത്തുമില്ല, ബാക്കിയുള്ളവരിട്ട് തീറ്റിക്കത്തുമില്ല. എന്നെ ഈ ഫാൻഡത്തിൽ വന്നു വിട്ടോ അന്ന് മുതലുള്ള ആഗ്രഹം അത് അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചു തന്നതിന് നന്ദി. 1000 നന്ദി. കൂടെ നിന്നതിനും താങ്ങായതിനും തണലായതിനും ഇതുവരെയും കൊട്ടിയടയ്ക്കാത്ത ആ സ്നേഹത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തന്നതിന് ഇതുവരെ നേരിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് 1000 നന്ദി. വാ മക്കളെ, നമുക്ക് പോകാം. ഒരു കുളിർമഴ പെയ്തു തീർന്നു. ഇനിയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. എന്ത് രസമായിരുന്നു. എന്തായാലും ഫോട്ടോസൊക്കെ അവളുമാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കിടക്കണം. അതിന് കിടക്കാൻ മേലെ? ഞാൻ ഇയാളുടെ കാലൊന്നും പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. ലൈറ്റ് ഓഫ് ചെയ്യ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. എന്തിന്? നിനക്കാ ചെറുക്കൻ ബൊക്ക ഇട്ട് തന്ന വീഡിയോ എടുത്ത് സ്റ്റോറി ഇടാനല്ലേ? അങ്ങനെ ഇപ്പൊ ഞാൻ വാടക കൊടുക്കുന്ന റൂമിന്റെ ലൈറ്റ് ഇട്ട് നീ ഇപ്പൊ സ്റ്റോറി ഇടണ്ട. പോടാ മരപ്പെട്ടി. എന്താടി വിളിച്ചത്? ചെവി കേക്കില്ലേ? മരപ്പെട്ടി. നിന്നെ ഇന്ന് ഞാൻ. പോടാ. തന്നെക്കാള് ക്യൂട്ടും ഹോട്ടും റൊമാൻറ്റിക്കും ആണ് എന്റെ വിയപ്പ. ഞാൻ ഇനിയും സ്റ്റോറി ഇടും. ഡി നീ ഇടുവോടി? നിന്നെ ഇന്ന് ഞാൻ. കുക്കു അവിടെ നിൽക്ക്. ഡി അവിടെ നിൽക്കാൻ. നിന്നോടാ പറഞ്ഞത് അവിടെ നിൽക്കാൻ. ഇല്ലില്ല, ഞാൻ നിക്കില്ല. താൻ പോടോ. ഈ പെണ്ണ് ഇങ്ങോട്ട് വാടി. ഹേയ്, വീട് വീട് ഏട്ടാ. ഇടില്ല മോളെ, നീ ഓടിയാല് എവിടം വരെ ഓടുന്നു ചിന്തിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നീ എന്റെ പെണ്ണ, ഈ നിരഞ്ജന്റെ പെണ്ണ്. കിച്ചേട്ടാ. ഉം. ഈശ്വര, എന്റെ മനസ്സ് കൈവിട്ടു പോകുന്നു. എന്നെ തിരിച്ച് ചിന്തിപ്പിക്കരുത്. അതെ പൊന്നുമോൾ, ഇപ്പൊ പറ, ഞാൻ റൊമാൻറ്റിക് ആണോ അതോ അൺറൊമാൻറ്റിക് ആണോ? മോളെ, എന്റെ ഉള്ളില് കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്ന വേറൊരു നിരഞ്ജനുണ്ട്. വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. ഉണ്ട കണ്ണുരുട്ടി നോക്കിക്കൊണ്ടിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങടി മാക്കരി കുഞ്ഞെ. ഈശ്വര, ഒരു സെക്കൻഡ് വൈകി പോയിരുന്നേല് എല്ലാം കൂടി ഇപ്പൊ പുറത്തു വന്നേനെ. ഓ, അപ്പൊ അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് നന്നായി. ഇല്ലായിരുന്നെങ്കി ഞാൻ അവളെ, അയ്യോ, ഓർക്കാൻ കൂടി വയ്യ. അപ്പോ ഇനി 3 ദിവസം കൂടി കഴിഞ്ഞാ ഞാനങ്ങ് പോവാടാ കൊറിയൻ പ്രേതമേ. So you have to go അല്ലേ? Yes, I have to go because it's a new beginning, new chapter. All the best and ഞാൻ വെയിറ്റ് ചെയ്യാം അടുത്ത കോൺസെർട്ടിന് വേണ്ടി.
നിരഞ്ജന്റെ ജീവിതത്തിലേക്ക് തിരികെ പോകും മുമ്പേ ഞാൻ വരും നിന്നെ കാണാൻ. Okay, I'm gonna really miss you, girl. Well, I will also miss you, Korean Brayame. Hey, come, let's go for a ride. Okay. ഹോ, അങ്ങനെ വീടെത്തി. ഇപ്പോഴാണ് സമാധാനമായത് അല്ലേ നിമി? 김남준, 김석진, 민용기, 정허석, 박진, 김태, 전정국, BTS പഠിച്ചു. ഇവിടെന്ന് പോയപ്പോ നാമം ജപിച്ചോണ്ട് പോയവളാ, വന്നപ്പോ ഇവന്മാരുടെ പേരും പഠിച്ചോണ്ടിരിക്കുക. എന്തൊക്കെ കാണണമെന്തോ ഇനി. ഒന്ന് പോയ മനുഷ്യ, ആ ചെക്കന്മാര് മനസ്സിന്ന് പോകുന്നതേ ഇല്ല. ഇതെന്താ വീടിന്റെ മുന്നിലൊരു കാറ്? ഇവനോ? So let's begin the war, guys.